പീപ്പിൾ എക്സ്ക്ലൂസീവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥത വീണ്ടും. ICT അറ്റ് സ്കൂൾ അറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ 550 കോടി രൂപയുടെ ഫണ്ടാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയത്. നൂതന സാങ്കേതിക വിദ്യകളാൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സമ്പുഷ്ടമാക്കാനുള്ള ഒട്ടേറെ പദ്ധതികളും ഇതോടെ അവതാളത്തിലായി. 2007-2008 അധ്യയന വർഷം 1016 സർക്കാർ ഹൈസ്കൂളുകളിലായിട്ടാണ് കേന്ദ്രാവിഷ്കൃത ICT അറ്റ് സ്കൂൾ എന്ന പദ്ധതി ആദ്യം സംസ്ഥാനത്ത് ആരംഭിച്ചത്. പദ്ധതി മികച്ച വിജയം കണ്ടതിനെ തുടർന്ന് എയ്ഡഡ് ഹൈസ്കൂളുകൾ, സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, VHSC എന്നിവയടക്കം 3055 സ്കൂളുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു. പദ്ധതിയുടെ തുടർച്ചയായി ഒരു സ്കൂളിന് പ്രതിവർഷം 2.7 ലക്ഷം രൂപ വെച്ച് 5 വർഷത്തേക്ക് ലഭിക്കേണ്ട 550 കോടി രൂപയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നഷ്ടപ്പെടുത്തിയത്. പദ്ധതിക്കായി പ്രത്യേക പ്രപ്പോസൽ പോലും തയ്യാറാക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നിട്ടും യഥാസമയങ്ങളിൽ ആവശ്യമായ വിവരങ്ങൾ നൽകാതെയാണ് സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്തിയത്. 2011 മുതൽ ആവർത്തന ചെലവ് പ്രതിവർഷം 1.34 ലക്ഷം രൂപയിൽ നിന്നും 2.70 ലക്ഷമാക്കി കേന്ദ്രം ഉയർത്തിയിരുന്നു. സ്കൂളുകളിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ, UPS, മൾട്ടിമീഡിയ പ്രൊജക്ടർ, ജനറേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ സ്ഥാപിക്കാനും മുഴുവൻ ക്ലാസ് മുറികളും വൈദ്യുതീകരിക്കൽ, സ്മാർട്ട് ക്ലാസുകൾ തുടങ്ങിയവയും ഈ പദ്ധതി വഴി നടപ്പാക്കിയിരുന്നു. ഇതാണ് ഫണ്ട് നഷ്ടപ്പെടുത്തിയതോടെ നിലച്ചിരിക്കുന്നത്. IT പഠനത്തിന് അധ്യാപകർക്ക് പ്രതിമാസം 10,000 രൂപ നിരക്കിൽ 5 വർഷത്തേക്ക് തുക വകയിരുത്തിയിരുന്നു. ഫണ്ട് ലാപ്സായതോടെ 4071 പേർക്കുള്ള തൊഴിലവസരം കൂടിയാണ് ഇവിടെ പാഴായത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ നവീകരണത്തിന് ഫണ്ടില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പാണ് ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ ലഭിക്കേണ്ട ഫണ്ട് പോലും ലാപ്സാക്കിയിരിക്കുന്നത്. ഷീജ, തിരുവനന്തപുരം. കരിപ്പൂർ അതിക്രമത്തിൽ 9 CISF ജവാന്മാർ കീഴടങ്ങി. അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ജവാന്മാർ കീഴടങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. 9 CISF ജവാന്മാരാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരിട്ടെത്തി കീഴടങ്ങിയത്. കരിപ്പൂരിൽ CISF ജവാൻ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുണ്ടായ അതിക്രമത്തിൽ 53.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി എയർപോർട്ട് അതോറിറ്റി നൽകിയ പരാതിയിലാണ് അന്വേഷണ സംഘം CISF ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. വെടിവെപ്പിന് ശേഷം പൊതുമുതൽ നശിപ്പിച്ചെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജവാന്മാർ കൃത്യവിലോപം കാണിച്ചെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇവരെ പ്രതി ചേർത്തത്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 9 CISF ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാൻ അന്വേഷണ സംഘം CISF ഡെപ്യൂട്ടി കമാൻഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിമാനത്താവളത്തിൽ പകരം ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ സമയം നൽകണമെന്ന് CISF അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഈ സമയപരിധി അവസാനിച്ചതിനാലാണ് ജവാന്മാർ കീഴടങ്ങിയത്. കൊണ്ടോട്ടി CI സന്തോഷ് കുമാർ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 9 പേരെയും നാളെ മഞ്ചേരി CJM കോടതിയിൽ ഹാജരാക്കും. കേസുമായി ബന്ധപ്പെട്ട 4 CISF ഉദ്യോഗസ്ഥരെ നേരത്തെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ പിടിയിലാകുന്ന CISF ഉദ്യോഗസ്ഥരുടെ എണ്ണം 13ആയി. CCTVയുടെ ഹാർഡ് ഡിസ്ക് പരിശോധന കഴിഞ്ഞാൽ കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായേക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SFI സംസ്ഥാന സെക്രട്ടറിയായി M. വിജിനെയും പ്രസിഡന്റായി VP സനുവിനെയും തെരഞ്ഞെടുത്തു. തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഐക്യകണ്ഠേനയായിരുന്നു തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, SFIയുടെ നേതൃനിരയിലേക്ക് പുതിയ അംഗങ്ങൾ എത്തിയിരിക്കുന്നു. ആരൊക്കെയാണ് പുതിയ ഭാരവാഹികൾ? കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ M. വിജിനാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മലപ്പുറത്ത് നിന്നുള്ള VS സനുവിനെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഏകകണ്ഠേനയായിരുന്നു ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ്. 4 ജോയിന്റ് സെക്രട്ടറിമാരെയും 5 വൈസ് പ്രസിഡന്റുമാരെയും യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 19 അംഗ സെക്രട്ടേറിയറ്റിൽ ഒരാൾ ഒഴികെ മറ്റുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ്. സെക്രട്ടേറിയറ്റിൽ ഒരു ഒഴിവുണ്ട്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൽ 86 പേരെ തിരഞ്ഞെടുത്തു. ഇതിൽ 60 പേർ പുതുമുഖങ്ങളാണ്. ഒഴിവുള്ള 3 അംഗങ്ങളെ പിന്നീട് തിരഞ്ഞെടുക്കും. ഇപ്പോൾ മുൻകാല ഭാരവാഹികളുടെ വിടപറയൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ 32 SFI സംസ്ഥാന സമ്മേളനത്തിൽ സമാപനമാകും. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ കതിരൂരിൽ പോലീസിന് നേരെ RSS ആക്രമണം. SI അടക്കമുള്ള പോലീസുകാർ ആശുപത്രിയിൽ. ആക്രമണ കേസിലെ പ്രതിയെ പിടിക്കാനെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. കതിരൂർ ഡയമണ്ട് മുക്കിലായിരുന്നു സംഭവം. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും പിടിയിലായിട്ടില്ല. വർക്കലയിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥനയ്ക്ക് പോലീസിന്റെ വിലക്ക്. ആറ്റിങ്ങലിൽ പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്ക് നേരെയുണ്ടായ RSS ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയത്. വർക്കലയിൽ ഞായറാഴ്ചകളിൽ പെന്തക്കോസ്ത് സഭ വിശ്വാസികൾ നടത്തുന്ന പതിവ് പ്രാർത്ഥനയ്ക്കാണ് പോലീസ് വിലക്കേർപ്പെടുത്തിയത്.
കഴിഞ്ഞ ഞായറാഴ്ച ആറ്റിങ്ങലിൽ പെന്തക്കോസ്ത് സഭയുടെ പ്രാർത്ഥന നടക്കുമ്പോൾ BJP RSS പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വർക്കലയിൽ പെന്തക്കോസ്ത് വിശ്വാസികളുടെ പ്രാർത്ഥന പോലീസ് മുടക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാർത്ഥന നടത്തണമെങ്കിൽ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് വേണമെന്നാണ് പോലീസിന്റെ വാദം. എന്നാൽ ഭരണഘടന അനുസരിച്ച് മതവിശ്വാസികളുടെ അവകാശം കാത്തുസൂക്ഷിക്കാനും പ്രാർത്ഥന നടത്താനും മറ്റ് മതാചാര ചടങ്ങുകൾ നിർവഹിക്കാനും അവസരമൊരുക്കണമെന്നാണ് സഭാവിശ്വാസികൾ പറയുന്നത്. ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് ഭരണാധികാരികളുടെ പക്ഷത്തു നിന്ന് വേണ്ടതായ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളുടെ നേരെ വരുന്ന ഈ പ്രതികൂലത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഈ പ്രതികൂലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഭാരതത്തിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ നേതാക്കന്മാർ വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അനുമതികളും തന്നുകൊള്ളണമെന്ന് ഞങ്ങൾ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുക. പോലീസിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് വർക്കലയിലെ പതിവ് പ്രാർത്ഥനാ വേദി മാറ്റി മറ്റൊരു പള്ളിയിലെത്തി നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. ആറ്റിങ്ങലിൽ അക്രമം നടത്തിയ 40ഓളം BJP RSS പ്രവർത്തകരിൽ 5 പേരെ മാത്രമാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ഈ നടപടിയിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. വർക്കല, ആറ്റിങ്ങൽ, മണമ്പൂർ ഭാഗങ്ങളിൽ പെന്തക്കോസ്ത് സഭയ്ക്കെതിരെ RSSന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് സഭാവിശ്വാസികളുടെ അഭ്യർത്ഥന. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാഠപുസ്തകങ്ങൾ ഓണപരീക്ഷയ്ക്കും എത്തില്ല. ജൂലൈ 31 മാത്രമേ പാഠപുസ്തക അച്ചടി KBPSന് പൂർത്തിയാക്കാനാവൂ. വിതരണം സെപ്റ്റംബറിലെ ഉണ്ടാകൂ എന്നും സൂചനയുണ്ട്. അതായത് വിദ്യാർത്ഥികൾ ഓണപരീക്ഷ വരെ പാഠപുസ്തകങ്ങൾ ഇല്ലാതെ പഠിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് പാഠപുസ്തക അച്ചടിക്ക് റീടെൻഡർ നടത്താനുള്ള തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയത്. കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി അച്ചടി ഏറ്റെടുക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. എന്നാൽ ജൂലൈ 31 മാത്രമേ അച്ചടി പൂർത്തിയാക്കാൻ സാധിക്കൂ എന്ന് KBPS അറിയിച്ചു. 43,39,700 പാഠപുസ്തകങ്ങളാണ് ഇനി അച്ചടിക്കേണ്ടത്. ഇത്തരത്തിൽ അച്ചടി ജൂലൈ 31 പൂർത്തിയായാലും ബൈൻഡിംഗ്, കമ്പൈലിംഗ് നടപടികൾ പൂർത്തിയാക്കി ജില്ലാ കേന്ദ്രങ്ങളിൽ വിതരണത്തിനായി പാഠപുസ്തകങ്ങൾ ഓഗസ്റ്റ് അവസാനം മാത്രമേ എത്തുകയുള്ളൂ. എന്നാൽ അപ്പോഴേക്കും ഓണപരീക്ഷകൾ കഴിഞ്ഞ് സ്കൂളുകൾ ഓണാവധിക്കായി അടയ്ക്കും. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ആദ്യം മാത്രമേ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കുകയുള്ളൂ. KBPSനും സർക്കാർ പ്രസ്സുകൾക്കും നൽകിയിരുന്ന പാഠപുസ്തക അച്ചടി ജൂൺ 4-നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർത്തിവെച്ചത്. KBPSന് അച്ചടി പുനരാരംഭിക്കുന്നതിനായി നൽകുന്ന ഉത്തരവ് നാളെ മാത്രമേ ഇറങ്ങുകയുള്ളൂ. ഇത്തരത്തിൽ 18 ദിവസങ്ങൾക്ക് ശേഷമാകും അച്ചടി പുനരാരംഭിക്കുക. അച്ചടി സ്വകാര്യ പ്രസിന് നൽകാനായി നടത്തിയ നീക്കത്തിന് പകരം KBPSനോട് തുടരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓണപരീക്ഷയ്ക്കെങ്കിലും പാഠപുസ്തകങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ അച്ചടി വീഴ്ചയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ വെള്ളപൂശാനില്ല എന്ന നിലപാടാണ് MSF സ്വീകരിച്ചത്. ഷീജ, തിരുവനന്തപുരം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴയിൽ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. റിട്ടയർഡ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ അങ്കദനാണ് ആത്മഹത്യ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകൾ പിടിയിലായി. സാലമ, മേഴ്സി എന്നിവരാണ് പിടിയിലായത്. ആത്മഹത്യാക്കുറിപ്പിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2 വനിതകളടങ്ങിയ ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണി മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30യോടെയാണ് അങ്കദത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസികളായ 2 സ്ത്രീകളിൽ നിന്നും 3 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നെന്നും ഇതിനോടകം 8 ലക്ഷം രൂപ തിരിച്ചടച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുതൽ ഉടൻ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ നേരിട്ടും ഫോണിലൂടെയും പലതവണ ഭീഷണിപ്പെടുത്തി. കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നുള്ള ഭീഷണിയും ഇടയ്ക്കിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകരെന്ന് പറഞ്ഞ് 3 പേർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും മുദ്രപത്രത്തിൽ ഒപ്പിട്ടു വാങ്ങുകയും ചെയ്തു. ഇതിൽ ഒരാളുടെ ഫോൺ നമ്പരും പേരും സഹിതമാണ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുശേഷമാണ് അങ്കദൻ ആത്മഹത്യ ചെയ്തത്. സർക്കാർ ജീവനക്കാരനായ അങ്കദന് വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും ആത്മഹത്യയ്ക്ക് കാരണമായെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിവതും പുള്ളി കൊടുക്കാൻ വേണ്ടി തന്നെ, കടക്കാരുടെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. അതിനുള്ള സാവകാശം അവർ കൊടുത്തില്ല. ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വീട് പൂട്ടി ഇറക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബ്ലേഡ് മാഫിയയുടെ നിരന്തരമായ ഭീഷണി മൂലമാണ് മാമൻ മരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുത്തെ അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ബ്ലേഡ് മാഫിയ 2-3 പ്രാവശ്യം വന്ന് ഭീഷണിപ്പെടുത്തി. കുബേരയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി ആവർത്തിക്കുന്നതിനിടയിലാണ് ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കുബേരക്കാരുടെ ഭീഷണി മൂലം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശിച്ചു.
വിഷയത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി അറിയിച്ചു. പോലീസുകാർ ഇടനിലക്കാരായാൽ കർശന നടപടിയെടുക്കും. വിഷയം ചർച്ച ചെയ്യാൻ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. സമ്മർദ്ദമുണ്ടാകുന്നു, കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിക്കുന്നു, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നു, വിദ്യാഭ്യാസമുള്ളവർ പോലും അത് ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും. ഓപ്പറേഷൻ കുബേര കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെ കേരളത്തിൽ നല്ല നിലയിൽ നടന്നു വരുന്ന ഒരു ഓപ്പറേഷനാണ്. സംഭവം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ നാളെ രാവിലെ 9 മണിക്ക് ഹോം സെക്രട്ടറി, DGP തുടങ്ങിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നാളെ ഒരു ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ നിയോജക മണ്ഡലം പര്യടനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. LDF സ്ഥാനാർത്ഥി M. വിജയകുമാർ പൂവച്ചലിലും UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ വിതുരയിലും BJP സ്ഥാനാർത്ഥി O. രാജഗോപാൽ തൊളിക്കോടും പര്യടനം നടത്തി. സുസ്മേരവദനായി ചിരിച്ചു കൈകൂപ്പി M. വിജയകുമാർ മുന്നിൽ പോകുന്ന അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് നിലയ്ക്കാത്ത വാഗ്ധോരണി. ചെളി നിറഞ്ഞ റോഡ് ചൂണ്ടിക്കാട്ടി ദാ വികസനം കണ്ടില്ലേ എന്ന വിജയകുമാറിന്റെ കമന്റ് ഞങ്ങളോടായി. പൂവച്ചൽ പഞ്ചായത്തിലെ മയിലോട്ടുംകുഴിയിൽ പ്രവർത്തകർ പ്രിയ നേതാവിനെ മുദ്രാവാക്യം വിളിയോടെ സ്വീകരിച്ചു. പിന്നെ ഒരു ലഘുപ്രസംഗം. വീണ്ടും പര്യടനം ആരംഭിച്ചപ്പോൾ വിജയകുമാർ മനസ്സു തുറന്നു. 6 ദിവസമായി അടഞ്ഞു പോകുമല്ലോ. അത്ര ഗംഭീരമായ സ്വീകരണമാണ്, ആവേശകരമാണ്. അപ്പോൾ ഞാനും ആവേശത്തിലാണ്. ശബ്ദം പോയി, അത്രയേ ഉള്ളൂ. വരും, ശബ്ദം വരും. ഉറക്കം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ. വിതുരയിലെ നാരകത്തിൻ കാലയിലേക്കുള്ള യാത്രയിലാണ് ശബരിനാഥൻ. നിറഞ്ഞു ചിരിക്കുന്ന മുഖങ്ങളിൽ നിന്ന് വോട്ടുറപ്പാണെന്നാണ് ശബരിനാഥന്റെ പക്ഷം. തനിക്ക് നേരെ റോസാപ്പൂ നീട്ടിയ കുരുന്നിനോട് ഒരു ലഘുകുശലം. പ്രവർത്തകരുടെ സ്നേഹവായ്പിൽ ക്ഷീണം അറിയുന്നില്ലെന്ന് ശബരിനാഥന്റെ വാക്കുകൾ. ഇല്ല, ക്ഷീണം തീരെയില്ല. ഒത്തിരി സ്ഥലത്ത് ഓടിക്കയറുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇലക്ഷൻ ആകുമ്പോൾ എവിടെ നിന്നും ഒരു ഊർജ്ജം വരും. അത് കാരണം നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ നല്ല റെസ്പോൺസാണ്. ഈ റെസ്പോൺസാണ് കൂടുതൽ ഊർജ്ജം തരുന്നത്. തൊളിക്കോട് പഞ്ചായത്തിലാണ് BJP സ്ഥാനാർത്ഥി രാജഗോപാലിന്റെ പര്യടനം. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. തൊളിക്കോട് LDF പ്രവർത്തകർക്ക് നേരെ UDF പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമം. മന്ത്രി MK മുനീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു കയ്യേറ്റം.